ഇവിടെ ഒരു പ്രസ്താവന കണ്ട് ഒരു മുഖ്യമന്ത്രിയാണ് നടത്തുന്നത്. 10,000 കോടി ഇതാ ടാറ്റ പണവുമായി വരുന്നു. ടാറ്റ വന്നിരിക്കുന്നു 10,000 കോടിയുമായിട്ട് കപ്പലുണ്ടാക്കാൻ. ഏടെയാ UDF-കാരെ ഈ കപ്പല്? ഏത് ടാറ്റയാ? ടാറ്റ കമ്പനിക്കാർ പറഞ്ഞ് ഞങ്ങളുടെ മൂലം അങ്ങനെ പ്രോജക്റ്റേ ഇല്ല. പണ്ട് LDF ഗവൺമെന്റ് കാലത്ത് ഞങ്ങളൊരു കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു, വ്യവസായ വകുപ്പിന്റെ. വിമാനത്തിൽ പോയതെങ്കിൽ ആ പോയ കാര്യം പറഞ്ഞാൽ പോരെ. ഇപ്പൊ ആരെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുന്നു, അത്യാവശ്യം വേണ്ടപ്പെട്ടവരാണ്. ഒരു ഹെലികോപ്റ്ററിൽ പോയാൽ ആരെങ്കിലും പോയതിനെ കുറ്റപ്പെടുത്തുമോ? എന്തിനാ അതിന് ഇത്ര കള്ളത്തരം പറയുന്നത്? ഒരു മുഖ്യമന്ത്രിക്ക് യോജ്യമാണോ അത്? നിലവാരം എത്രമാത്രം കുറഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പറഞ്ഞ കാര്യം നടപ്പിലാക്കിയിട്ടുണ്ടോ? പ്രളയക്കെടുതി കൊണ്ട് ജനങ്ങൾ ശ്വാസം മുട്ടുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഷെൽട്ടേഴ്സ് ഉണ്ടാക്കി. ആളില്ല നോക്കാൻ. ഉദ്യോഗസ്ഥരില്ല, പണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കിടക്കാൻ ഇടമില്ല, പായില്ല, ബെഡ്ഷീറ്റില്ല, ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല. ആഹാരം കിട്ടണ്ടേ? ആ നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടുകളെ തിരുത്തുകയല്ല വേണ്ടത്. ന്യായം കണ്ടെത്താൻ നടക്കുകയാണ്. നമ്മൾ ആ DYFIക്കാർ പൊതിച്ചോറ് കൊടുക്കുന്നു. 20 കൊല്ലായി. ഉച്ചയാകുമ്പോൾ ഇപ്പൊ നിങ്ങളിപ്പോ 12:15 ഞാൻ എന്റെ പ്രസംഗം നിർത്താൻ പോവാണ്. 12:15 മെഡിക്കൽ കോളേജിന്റെ അടുത്ത് പോയി നോക്കൂ, ജനറൽ ആശുപത്രിക്ക് അടുത്ത് നോക്കൂ. ആ വെള്ളക്കൊടി നോക്കിയിട്ട് കുറെ ആളുണ്ടാവും ക്യൂ നിൽക്കുന്നു. ആശ്വാസാണ് പാവപ്പെട്ടവർക്ക്, കൂട്ടിരിപ്പുകാർക്ക് ആഹാരം എത്തിക്കുകയാണ്. അതിനെയല്ലേ ഒരു മന്ത്രി പരസ്യമായി തള്ളിപ്പറയുന്നു. ഇതനുവദിക്കില്ല. എന്ത് മന്ത്രിമാരാ ഇവർക്ക്? കേരളത്തെക്കുറിച്ച് വല്ല കാഴ്ചപ്പാടുണ്ടോ? വേറൊരു മന്ത്രി പറയുന്നു വൈദ്യുതി. ഇപ്പൊ പവർ കട്ടിൽ ലോഡ് ഷെഡിങ്ങേ ഉള്ളൂ. എല്ലാം വൻകിടക്കാർ കൈയടക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് നയത്തിന്റെ ഫലമായിട്ട് എയർ ഇന്ത്യ ടാറ്റ കൊണ്ടുപോയി. കപ്പലും തുറമുഖങ്ങളും ഖനനവുമെല്ലാം മറ്റു പല കോർപ്പറേറ്റുകൾ കൊണ്ടുപോയി. പൊതുമേഖല മുഴുവൻ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. സ്വകാര്യ മേഖല ശക്തിപ്പെടുന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വൈദ്യുതി ഉൽപാദന മേഖല എല്ലാം വൻകിട കോർപ്പറേറ്റുകൾ കൈയടക്കുകയാണ്. ഈ കേരളത്തിലെ അവർ കടന്നു വരാൻ കഴിയാതിരുന്നിട്ടുള്ളൂ. ഇപ്പൊ വൈദ്യുതിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് മാക്സിമം ശ്രമിച്ചാൽ നമ്മുടെ ആവശ്യത്തിന്റെ 30% തികയും. ബാക്കി നമ്മൾ വാങ്ങുകയാണ്. സെൻട്രൽ പൂളിൽ നിന്ന് വാങ്ങുന്നുണ്ട്, സ്വകാര്യ കമ്പനികളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അങ്ങനെയാണ് കേരളത്തിലൊക്കെ വൈദ്യുതി കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെന്റ്. പവർ കട്ട് ഉണ്ടായോ? ലോഡ് ഷെഡിംഗ് ഉണ്ടായോ? ഇപ്പൊ പവർ കട്ട് ലോഡ് ഷെഡിംഗ് വന്നപ്പോൾ ഒരു മന്ത്രി പറയാണ്, പ്രാർത്ഥിക്ക് ദൈവത്തോട് മഴ പെയ്യാൻ. നല്ല മന്ത്രി, ഇയാളെ തന്നെ രാജ്യം ഭരിക്കാൻ ഏൽപ്പിക്കണം. ഇവിടെ എന്താ നടക്കണതെന്ന് വല്ലവർക്കും വല്ല നിശ്ചയമുണ്ട്? ഓരോ മന്ത്രിയും എന്താ ചെയ്യുന്നത്? ഒരു മന്ത്രി സ്ത്രീകളെ മുഴുവൻ ആക്ഷേപിച്ചു. സൗജന്യം, അതിനുവേണ്ടി ഇങ്ങനെ പണമുള്ളവരെല്ലാം തന്റെ മക്കളെ കോളേജിലും ഹൈസ്കൂളിലും ഒക്കെ പണം കൊടുത്ത് അവിടെ പറഞ്ഞേക്കും. എന്നിട്ട് ബസ്സിൽ സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ക്യൂ നിന്ന് തള്ളിക്കയറും. ഒരു മന്ത്രി ഈ സൗജന്യത്തിന് വേണ്ടിയിട്ടാണോ ഇവിടുത്തെ സ്ത്രീകൾ തള്ളിക്കയറുന്നത്? എത്രമാത്രം സ്ത്രീകളെ പരിഹാസമാക്കുകയാണ്. ഈ ബസ്സുകളിൽ റേഷൻ സൗജന്യമായി കൊടുക്കുന്നില്ലേ? അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം റേഷൻ സൗജന്യമില്ലേ? ഇതാരുടെയെങ്കിലും സൗജന്യമാണ്?